Game on! Now game on with Kiko! And get your power mode on! If you have not experienced the same, download the game! Available on Google Play. നിങ്ങൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നേരത്തെ വിളിച്ച് പറഞ്ഞുകൂടായിരുന്നോ? എന്നാ പിന്നെ ഞാൻ ഈ കട തുറക്കില്ലായിരുന്നല്ലോ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ ഇതൊക്കെ എടുത്ത് മാറ്റി വെച്ചേക്കാം. രാജുചേട്ടാ, ഞങ്ങൾക്ക് കഴിക്കാൻ 2 ബ്രെഡും അതിൽ പുരട്ടാനുള്ള ക്രീമും തന്നേ. ബ്രെഡിൽ വെച്ച് കഴിക്കാൻ കീയോ? അല്ലെ കീ എന്തിനാ ബ്രെഡിൽ വെക്കുന്നേ? സാധാരണ ജാമല്ലേ ബ്രെഡിൽ തേച്ച് കഴിക്കുന്നത്? ഗീ അല്ലടാ, ഗീ. ബ്രെഡിൽ തേക്കാനും പലഹാരങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കില്ലേ ഗീ? സംശയമുണ്ടോ? ഓക്കേ. അതെ, ഇവിടെ മൊത്തത്തിൽ കാലിയാണ്. ചേട്ടാ, കന്നും കാലിയൊന്നും ഇപ്പൊ ഞങ്ങൾക്ക് വേണ്ട. അതുങ്ങൾ കിട്ടിയിട്ട് ഒരു കാര്യമില്ല. സോർദാർ പറഞ്ഞതുപോലെ ബ്രെഡും കീയും മാത്രം മതി. അയ്യോ, ഞാൻ പറഞ്ഞത് ഇവിടെ ഒന്നും ഇല്ലെന്നാണ്. ഈ കട കണ്ടില്ലേ, മൊത്തം കാലിയാണ്. ഇവിടെ കാടൊന്നും കാണുന്നില്ലല്ലോ. എടോ, കാടല്ലടോ, കട. കട എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ദാ കണ്ടില്ലേ, ഒന്നുമില്ല. അടിച്ചു പൊളിച്ചു തിമിർത്തു. രാവിലെ തന്നെ എല്ലാം വിറ്റുപോയല്ലേ? ഇവിടെ ഒന്നും ഉണ്ടാക്കിയില്ലെന്നേ. എല്ലാ സ്റ്റാഫുകൾക്കും അസുഖങ്ങളാണ്. അപ്പൊ രാജു ചേട്ടാ, മേഡത്തിന്റെ ടീ പാർട്ടിയുടെ കാര്യം എന്താവും? അതൊക്കെ നമുക്ക് ശരിയാക്കാന്നേ. ഞാനും ഈ കടയിൽ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് എപ്പോഴും. അതിന് ബ്രെഡും ഇല്ല, റസ്കും ഇല്ല, ജാമും ഇല്ല, ബട്ടറും ഇല്ല. കടയിൽ നിങ്ങൾ മാത്രം ഉണ്ടായിട്ട് എന്ത് ചെയ്യാനാ? ആ പറഞ്ഞ ശരിയാണ്. ഇപ്പൊ എന്താ ചെയ്യുക കൂട്ടുകാരെ? മറ്റെവിടെയെങ്കിലും പോയി കഴിക്കാം. എന്നാ പോകാം. പിന്നെ എനിക്കറിയാവുന്ന ഒരു കടയുണ്ട്. അവിടെ നിങ്ങൾക്ക് വേണ്ടതെല്ലാം കിട്ടും. എവിടെയാ? അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും റാണി നഗറിലേക്ക് പോകേണ്ടി വരും. അതറിയാം. റാണി നഗറിലേക്ക് ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ട്. അതിനിടയ്ക്ക് പറഞ്ഞ് റാണി നഗറിലേക്ക് നീളം കൂട്ടണ്ട. താങ്ക് യു രാജുചേട്ടാ, ഞങ്ങൾ ഇപ്പൊ തന്നെ പോവുകയാണ്. പക്ഷേ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾക്കെല്ലാം അവിടെ വില കൂടുതലാണ്. എന്നാ തീർന്നു. നിങ്ങൾ പേടിക്കണ്ട, എന്റെ കയ്യിൽ നല്ലൊരു ബെസ്റ്റ് ഐഡിയ ഉണ്ട്. നിങ്ങൾ എല്ലാവരും ബേക്കറിയിൽ വന്നിട്ട് എന്നെ ഒന്ന് സഹായിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ സാധനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം. ഇപ്പൊ പറഞ്ഞ ഐഡിയ എന്തായാലും കൊള്ളാം. പക്ഷെ ചേട്ടൻ ഞങ്ങളുടെ ഈ കാര്യം ഈ റാണി നഗറിലോട്ടുള്ള വഴി പറയുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ പാർട്ടിക്കുള്ള സാധനങ്ങളൊക്കെ ഇപ്പൊ റെഡി ആയേനെ. ആ പറഞ്ഞത് ശരി തന്നെയാ. കുഴപ്പമില്ല രാജു ചേട്ടാ, ഞങ്ങള് നിങ്ങളെ സഹായിക്കാം. വരൂ, എന്നാ പിന്നെ നമുക്ക് കിച്ചണിലേക്ക് പോകാം. ഓക്കേ. ദേ, ഇതാണ് കിച്ചൺ. ക്രിക്കറ്റ് കളിക്കാനുള്ള സ്ഥലം ഉണ്ടല്ലോ. ഇനി ഞാൻ ഒറ്റയ്ക്ക് തന്നെ കേക്കും ബിസ്ക്കറ്റൊക്കെ ഉണ്ടാക്കാൻ പഠിക്കുമല്ലോ. അപ്പൊ പിന്നെ എനിക്ക് എപ്പോ തോന്നുന്നു ആ സമയത്ത് ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കാം. എന്നാ പിന്നെ തുടങ്ങിയാലോ? ഒരു മിനിറ്റ്, ആദ്യം ഈ കോസ്റ്റ്യൂം ഇട്ടാട്ടെ. ഇതെന്തിനാ? ഇത് ഈ ബേക്കറിയിൽ ഹൈജീനിക് ആയിട്ട് സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള കോസ്റ്റ്യൂമാണ്. ഓക്കെ, അപ്പോൾ റെഡി സ്റ്റഡി. ഇനി നിങ്ങൾ നിങ്ങളുടെ ഫുൾ എനർജി എടുത്ത് ആ ആട്ട നന്നായിട്ട് കുഴക്കേ. ആട്ട എത്ര നന്നായിട്ട് നിങ്ങൾ കുഴച്ചെടുക്കുന്നോ അത്ര നന്നായിരിക്കും ബിസ്ക്കറ്റും കുക്കീസും. എന്റെ അമ്മച്ചി, ഈ ജോലി ചെയ്യാൻ നല്ല കഷ്ടപ്പാടുണ്ട്. എനിക്കാണെങ്കിൽ നന്നായിട്ട് ചൂട് എടുക്കുന്നുണ്ട്. ഭയങ്കര ചൂടാണ്. കഴുതേ, ആ ഫാൻ ഓഫ് ആക്ക്. ഓക്കേ. ദേ നോക്ക്, സമയമില്ല. ജോലി ചെയ്യാൻ നോക്ക്, ജോലി. ഇനി എല്ലാവരും ആ മഗ്ഗിലുള്ള വെള്ളം കുറെ ആട്ടയിലേക്ക് ഒഴിക്കേ. ഇത് ആട്ട കൊണ്ടുള്ള കടലായി മാറിയല്ലോ. എന്റെ ദൈവമേ, താൻ ഇതെന്താ ചെയ്തത്? ചേട്ടനല്ലേ പറഞ്ഞത് മഗ്ഗിലെ വെള്ളം മുഴുവനായിട്ട് ആട്ടയിലേക്ക് ഒഴിക്കാൻ? എനിക്ക് വയ്യേ മണ്ട, ഞാൻ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. ഞാൻ ആ മഗ്ഗിലുള്ള വെള്ളം കുറേശ്ശെ ആട്ടയിൽ ഒഴിക്കാനല്ലേ പറഞ്ഞത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരു മിനിറ്റ്, കുറച്ചുകൂടി ആട്ട ഞാൻ അതിലേക്ക് ഇടാം. ഓക്കേ. ഇനി പഴയതുപോലെ ആട്ട കുഴക്കേ. വേഗം നന്നായിട്ട് കുഴക്കേ. ഇതിപ്പോ 1 മാസത്തേക്കുള്ള എക്സർസൈസ് ആയി. എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട്. വാ, നമുക്ക് കുറച്ച് നട്ട്സ് കഴിക്കാം.
Game on. Now game on with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play. Popat! വിട്ടുപോയി. പക്ഷെ ഇത് എങ്ങോട്ടാ പോയേ? കൊച്ചളിയാ, കൊച്ചളിയാ, ഞാൻ കുടുങ്ങി. വേഗം അത് മുറിച്ചെടുക്ക്, അല്ലെങ്കിൽ ആട്ടയിൽ നിന്ന് കാല് പോരില്ല. വേണ്ട, എന്റെ കാല് മുറിക്കല്ലേ. എടോ, കാലിന്റെ കാര്യമല്ല, ആട്ടയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഐഡിയ. ക്രിസ്മസിന് മുമ്പേ നക്ഷത്രങ്ങൾ കാണാൻ പറ്റി. അതെ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല, കുക്കീസും ഉണ്ടാവില്ല. സോറി രാജുചേട്ടാ. രാജുചേട്ടാ, ഞങ്ങൾ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ജോലി വേഗം തീർക്കാം. ഹം. ആ പിന്നെ ഹണി, ഈ കുഴച്ച ആട്ട എടുത്ത് വേറെ പ്ലേറ്റിലോട്ട് മാറ്റ്. അത് കുക്കീസ് മെഷീനിലേക്ക് വെക്കേ. പിന്നെ അനിയ ബണി, നീ കുഴച്ച ആട്ട എടുത്ത് ബിസ്ക്കറ്റിന്റെ മെഷീനിലേക്ക് വെക്കേ. എങ്കിൽ ഞാൻ ഇതുകൊണ്ട് ബ്രെഡ് ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ പണിയൊക്കെ ചെയ്തോ, ഞാൻ പുറത്ത് പോയി ട്രേ എടുത്തുകൊണ്ട് വരാം. അല്ല, ഈ പഞ്ചസാര ഇത് എവിടെ ഇരിക്കുന്നേ? ഇതൊന്നും കണ്ടിട്ട് പഞ്ചസാര ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. മുകളിൽ നോക്കാം. ആ, കണ്ടുപിടിച്ചു. പക്ഷെ അത് 2 കുപ്പിയുണ്ടല്ലോ. ഇതിപ്പോ ഞാൻ ഏതാ എടുക്കുക? എന്തായാലും കുഴപ്പമില്ല. കണ്ടിട്ട് രണ്ടും പഞ്ചസാരയാണെന്ന് തോന്നുന്നേ. ആ, നല്ല പൊടിയായിട്ടുള്ള പഞ്ചസാര കിട്ടിപ്പോയി. അനിയ ബണ്ണി, ഇതാ ബിസ്ക്കറ്റിന്റെ ട്രേ. ഈ കേക്ക് എടുത്ത് ഓവനിൽ വെക്കേ. വേഗം, പെട്ടെന്നാവട്ടെ. സോറി സോറി ജോർദാറെ, സോറി. ഇത്രയൊക്കെ ഒച്ചെടുക്കേണ്ട കാര്യം എന്താ ഉള്ളേ? ആ ഓവൻ ഓഫ് ആയിരുന്നു. നിന്റെ വാലാണെങ്കിൽ കത്തിയിട്ടില്ല. എന്റെ വാല് വാതിലിപ്പെട്ടു. എന്താ വേദനിക്കില്ലേ? എന്തായാലും രക്ഷപ്പെട്ടില്ലേ, വേറൊന്നും പറ്റിയില്ലല്ലോ. ഇനി എല്ലാവരും പുറത്തേക്ക് പൊക്കോ, കാരണം ഇതൊക്കെ ശരിയാവാൻ കുറച്ച് സമയം എടുക്കും. ഓക്കെ രാജു ചേട്ടാ. ഹണി, ബണി, സോർദാർ, പോപ്പാൻ. ഇതൊക്കെ ഞങ്ങളാണ് ഉണ്ടാക്കിയത്. അതെ, തീർച്ചയായും. ഇനി കേക്കിലും പേസ്ട്രിയിലും നമുക്ക് ക്രീം മാത്രം ചേർത്താ മതി. എന്റെ വായിൽ ഇപ്പൊ തന്നെ ഒരു കപ്പലോടിക്കാനുള്ള വെള്ളമുണ്ട്. ആഹാ, വെള്ളം എന്റെ വായിലും വരുന്നുണ്ട്. സംശയമുണ്ടോ? പക്ഷെ ഇത് പാർട്ടിക്ക് വേണ്ടിയുള്ളതാ. വാ, ഇതൊന്ന് അലങ്കരിച്ചെടുക്കാം. ഹാ, ഇതിനകത്തൊന്ന് ക്രീം പുറത്തേക്ക് വരുന്നില്ലല്ലോ. സംശയമുണ്ടോ? അതിന് മാത്രം ഒന്നും പറ്റിയില്ല. ഇതിനകത്ത് ക്രീം ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ ചുമ്മാ ഒന്ന് ചെക്ക് ചെയ്തതാ. എന്റെ ക്രീമും ഇതാ പുറത്തേക്ക് വരുന്നില്ല. എന്റെ അമ്മച്ചി, നിനക്ക് ചിരി വരുന്നുണ്ടോ? ഇതാ പിടിച്ചോ. ബണി, ഇവന്മാരെല്ലാം കൂടി രാജു ചേട്ടന്റെ ഈ ബേക്കറി നശിപ്പിച്ചിട്ടേ പോവുള്ളൂ. അയ്യോ എന്റെ അമ്മോ, നിങ്ങൾ എന്തൊക്കെയായി കാണിക്കുന്നത്? പറയുന്ന കേക്ക് ഒന്ന് നിർത്ത്. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഞാൻ നിങ്ങൾക്കൊരു സഹായമാവട്ടെ എന്ന് വിചാരിച്ചാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. എന്നിട്ട് നിങ്ങൾ എന്താ കാട്ടിക്കൂട്ടുന്നേ? വേഗം മാറി നിൽക്ക്, ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്തോളാം. രാജുചേട്ടൻ എല്ലാം തയ്യാറാക്കുമ്പോഴേക്കും ഞങ്ങൾ ഈ ബേക്കറി എല്ലാം വൃത്തിയാക്കിക്കൊള്ളാം. എല്ലാം റെഡി ആയിട്ടുണ്ട്. വരൂ, ഇനി ഇത് പാർട്ടിക്ക് കൊണ്ടുപോകോ. ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇങ്ങനൊരു അവസരം തന്നതിൽ വളരെ നന്ദിയുണ്ട്. സത്യം പറഞ്ഞ എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാ പ്രാവശ്യത്തെ പോലെയും ഇപ്രാവശ്യവും രാജു ചേട്ടന്റെ ബേക്കറി ഐറ്റംസ് ആയിരിക്കും ഞങ്ങളുടെ സ്പെഷ്യൽ.
സംശയമുണ്ടോ? നിങ്ങളോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ കാരണം ഇന്ന് എന്റെ ബേക്കറിയിൽ ഒരുപാട് കച്ചവടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓ കാട്ട്കർ, വളരെ നല്ല പാർട്ടിയാണല്ലോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓ താങ്ക് യു. ഇത്രയും വെറൈറ്റിയോ? കൊള്ളാലോ ഖട്കർ. എന്നത്തെയും പോലെ നിന്റെ ടീ പാർട്ടി വെറൈറ്റി ആയിട്ടുണ്ടല്ലോ. ഈ ഉഴുന്നുവടയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഉഴുന്നുവടയൊന്നുമല്ല, ഡോണറ്റ്സ് ആണ്. ഇത് ഉഴുന്നുവട തന്നെയാണ്, വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്ക്. എന്താ ഇത് ഹണി? ഈ പലഹാരങ്ങളെല്ലാം എന്താ ഉപ്പ് ചുവയ്ക്കുന്നത്? ഉപ്പ് ചോദിക്കുന്നു. അപ്പൊ ഞാൻ അതിലേക്ക് പഞ്ചസാരയാണെന്ന് വിചാരിച്ച് എടുത്ത് കൊട്ടിയത് മൊത്തം ഉപ്പായിരുന്നു. മിസ് കാട്ട്കർ, ബസ്വൻജി, താങ്കളെന്താ ഇവിടെ? ഹണി, നീ എല്ലാം കൊളമാക്കിയിട്ടാണല്ലോ വന്നത്. ഓ വരൂ ബസ്വൻജി, അകത്തേക്ക് വന്നിരിക്കൂ. എന്റെ പേര് നിങ്ങൾ പറഞ്ഞതല്ല, എന്റെ പേര് രാജു എന്നാണ്. വരൂ, അകത്തേക്ക് കയറിയിരിക്കൂ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് ഞാൻ നിങ്ങൾക്ക് ഡോണേഴ്സ് അയച്ചു തന്നില്ലേ, അതെന്റെ ബേക്കറിയിൽ ഉണ്ടാക്കിയതാണ്. ആ ഡോണേഴ്സ് അത് പിന്നെ ഡോണറ്റ് നിങ്ങളുടെ ബേക്കറിയിൽ ഉണ്ടാക്കിയതാണോ? ഇതെന്തായാലും വളരെ നന്നായിട്ടുണ്ട്. ഇതുപോലൊന്നും ഞാൻ കഴിച്ചിട്ടേ ഇല്ല. നിങ്ങൾ ദിവസം 9 ഡോണറ്റ്സ് എന്റെ വീട്ടിലേക്ക് കൊണ്ടു തന്നേക്കൂ. എന്റെ വീട്ടിലേക്ക് ഒരു ഡസൻ കൊടുത്തേക്കൂ. സമോസേക്കാൾ ഇതാ നല്ലത്. എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നോ? ഇഷ്ടപ്പെട്ടോ? ഇത് ഞങ്ങൾക്ക് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. ഇത് ഞാനാ ഉണ്ടാക്കിയത്. ഞാൻ ഇങ്ങോട്ട് വന്നത് നിങ്ങൾ ഇത് കഴിക്കരുതെന്ന് പറയാനാണ്. പക്ഷെ സംഭവം ഇപ്പൊ മൊത്തത്തിൽ മാറിയല്ലോ. വളരെ നന്ദിയുണ്ട്. ഇത് കാരണം എന്റെ ബേക്കറിക്ക് വളരെ നല്ലൊരു ഓർഡറാണ് കിട്ടിയിരിക്കുന്നത്. ഐ ലവ് യു. യു ആർ വെൽക്കം. ഞാൻ നാളെ ബേക്കറിയിലേക്ക് വരാം. ഇതുപോലെ തന്നെ കേക്കും പേസ്ട്രീസും എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി തരാം. എന്റെ പൊന്നു കുഞ്ഞെ, ഈ സാധനം മാത്രം നീ ഉണ്ടാക്കിയാ മതി. ഇങ്ങനത്തെ ഡോണേഴ്സ് വേറെ ആർക്കും ഉണ്ടാക്കാൻ അറിയില്ല.